വീട്ടിലിരുന്ന് വിസ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോൾ ഷെങ്കൻ വിസയോ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ വിസയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആപ്ലിക്കന്റ് നിർബന്ധമായിട്ടും വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ പോകണം, അല്ലെങ്കിൽ എംബസിയിൽ പോകണം. എന്നിട്ട് അവിടെ ബയോമെട്രിക്സ് എടുക്കും. നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊടുത്തിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കർ ചെയ്തിട്ടാണ് വരിക. പക്ഷേ ഓൺലൈൻ വിസയ്ക്ക് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ തന്നെ വിസയും കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ വിസ കിട്ടുന്ന അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് കൺട്രീസ് പറയുന്നുള്ളൂ. ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് ഓൺലൈൻ വിസ പോസിബിൾ ആണ്, പക്ഷേ നമ്മൾ കുറച്ചേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഏഷ്യയിൽ നോക്കുമ്പോൾ ഇസ്രായേൽ 2025 മുതൽ ഇന്ത്യക്കാർക്ക് ഓൺലൈനായിട്ട് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. രണ്ടാമത്തത് റഷ്യയിലോട്ടും ഇന്ത്യക്കാർക്ക് ഓൺലൈനായിട്ട് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ UAE റെസിഡൻസ് ഉള്ളവർക്ക് ജപ്പാനിലോട്ടും ഈ വിസ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഹോങ്കോങ് പോസിബിൾ ആണ്. ഹോങ്കോങ്ങിൽ വിസയുടെ പേയ്മെന്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് നമുക്കൊരു PAR രജിസ്ട്രേഷൻ മാത്രം മതി. ഇനി യൂറോപ്പിന്റെ കേസ് പറയുമ്പോൾ അൽബാനിയ അതുപോലെ മോൾഡോവ, ഈ 2 കൺട്രീസിൽ നിങ്ങൾക്ക് ഓൺലൈൻ വിസ പോസിബിൾ ആണ്. പിന്നെ ഓസ്ട്രേലിയയുടെ കേസ് പറയുമ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ 2 കൺട്രീസിലും നമുക്ക് ഓൺലൈനായിട്ട് വിസ എടുക്കാൻ പറ്റും. നമ്മൾ VFSൽ പോകേണ്ട ആവശ്യമില്ല, മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. 3 മാസത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വിസ എടുക്കാൻ പറ്റും. ഇനി സൗത്ത് അമേരിക്കയുടെ കേസ് പറയുമ്പോൾ ഇപ്പോൾ തന്നെ USA, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കൺട്രീസിൻ്റെ റെസിഡൻസ് ഉള്ളവർക്ക് കൊളംബിയയിലൊക്കെ ഈ വിസ എടുക്കാനായിട്ട് പറ്റും, ഓൺലൈൻ വിസ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബൊളീവിയയിൽ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലാണ്.